സുഹൃത്തുക്കളെ, ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രീ സണ്ണി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊരു മടിയുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരെ കുറിച്ച് അവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. കഴിയുന്നത് ഞാൻ അനുസ്മരണ സമ്മേളനങ്ങളൊന്നും പങ്കെടുക്കാറില്ല. എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് കുത്തിക്കുറിക്കുക എന്നുള്ളതേ ഉള്ളൂ. സലീംകുമാർ സണ്ണി പറഞ്ഞ മാതിരി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് മാത്രം എനിക്ക് പറഞ്ഞാൽ പോരാ. എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരു മനുഷ്യനാണ്. ഞാൻ MG സർവകലാശാലയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കാൻ വരുന്നത് 1984-ലാണ്. ഞാനും എൻ്റെ സഹപ്രവർത്തകനായ AK രാമകൃഷ്ണൻ തുടങ്ങിയ ആൾക്കാർ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലാണ്. ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു. സാധാരണ സർവകലാശാലകളിൽ എത്തിപ്പെടാത്ത, അവർക്ക് വഴി തുറന്നിടാത്ത ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നത്. 1980-കളിൽ ഞാൻ സർവകലാശാലയിൽ എത്തുന്നത് വളരെ സാമ്പ്രദായികമായ രീതിയിൽ പഠിച്ച് ഒക്കെ വന്നൊരാളാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഈ പഠിച്ചതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും തകിടം മറിക്കുന്ന രീതിയിലുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടുന്നത് ആ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സലീംകുമാറിനെ പോലുള്ള വ്യക്തികളിൽ നിന്നാണ്. എൻ്റെ സഹപ്രവർത്തനായ AK രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇവിടെ, അനുസ്മരണ പ്രഭാഷണം ഇവിടെ കാണിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നെക്കാൾ ഏറെ ഇത്തരം വ്യക്തികളുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് രാമകൃഷ്ണനാണ്. അപ്പൊ രാമകൃഷ്ണനെ കാണാൻ വരുന്ന നിരവധി ആൾക്കാർ, അന്ന് സലീംകുമാർ എനിക്ക് തോന്നുന്നത് CRCPM വിട്ടിട്ടില്ല, 87-88-ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. CRCPM ഉണ്ടാകുന്നതൊക്കെ ഏതാണ്ട് ആ സമയത്താവുന്നത്. ഓൾ ഇന്ത്യ ഇതിൽ നിന്നൊക്കെ മാറി വേറൊരു സംഘടനയായിട്ടൊക്കെ വീടുമായിട്ടൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ 86-87 ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയിൽ തന്നെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് CDNിലൊക്കെ ലേഖനങ്ങൾ വരുന്ന കാലത്താണ്. CDNില് ഞങ്ങളവിടെ ഒരുപക്ഷെ സർവകലാശാലയിലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത മാസികകൾ, ലഘു പ്രസിദ്ധീകരണങ്ങളെല്ലാം ഇങ്ങനെ അടിക്കടി വന്നു തുടങ്ങിയാണ്. അത് രാമകൃഷ്ണൻ എത്തിയത് കൊണ്ടാണ്, ഞാൻ എത്തിയത് കൊണ്ടല്ല. രാമകൃഷ്ണൻ തേടി എത്തുന്ന ഇത്തരം പ്രസിദ്ധീകരണങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തെ ആകെ ഇളക്കി മറിക്കുന്ന ഒന്നായിരുന്നു. അതിലൊന്നായിരുന്നു ഡൈനാമിക് ആക്ഷൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സണ്ണിയൊക്കെ അക്കാലത്ത് എഴുതുന്ന പ്രസിദ്ധീകരണങ്ങളിലൊന്നാണത്. നമ്മുടെ ചിന്തയും നമ്മുടെ ധാരണകളെയും എല്ലാം അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്ന വലിയ കലഹങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളായിരുന്നു. സലീംകുമാർ ഞാൻ പിന്നീട് പല മീറ്റിങ്ങുകളിൽ 80-കളിൽ തന്നെ പല മീറ്റിങ്ങുകളിലൊക്കെ കാണാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ അറിയുന്ന ഒരു സംഭവം, വൈക്കത്ത് വെച്ച് മനുസ്മൃതി കത്തിക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഞങ്ങളുടെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്നത് അനന്തമൂർത്തിയാണ്. ഇത് കഴിഞ്ഞ ഉടനെയുള്ള ഒരു ദിവസം ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു, ഇത് കേരളത്തിൽ സംഭവിച്ചല്ലോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സംസ്കാര എന്ന് പറയുന്ന കൃതി ഇന്ന് കർണാടകത്തിൽ ആരെങ്കിലും ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ ജാതി ബന്ധങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു കൃതിയാണ് സംസ്കാരം. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് എഴുതിയ ഒരാളാണ് പറയുന്നത്, ഈ മനുസ്മൃതി കത്തിച്ചത് ഒരു വലിയ വിപ്ലവം എന്നാണ്. അതിന് തയ്യാറായ ആൾക്കാർ വളരെ കുറച്ചുപേരെ ഈ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അംബേദ്കർ കത്തിച്ചത് 1927-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയ്ക്ക് ധൈര്യം കാണിച്ച ഒരു കാലഘട്ടമാണ് അന്ന്. ഈ ബാബറി മസ്ജിദിന്റെ
പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇത് ഒരു സാമുദായിക അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലിയൊരു ഹിന്ദു സമുദായ ഐക്യത്തിനുള്ള ഒരു ഉപകരണമായി കൊണ്ടുവരുന്ന സമയത്ത് തന്നെയാണ് ഇത് കത്തിക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്ന സലീംകുമാർ ഉൾപ്പെടെയുള്ള പലരും ജയിലുകളിലൊക്കെ പോയിട്ടുണ്ട്. ആ കാലത്ത് കുറെ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് ഞാൻ സലീംകുമാറിനെ കാണുന്നത് 90കളിൽ ആദ്യമാണ്. ശ്രീ എ കെ രാമകൃഷ്ണന്റെ സുഹൃത്തുക്കളും ചേർന്ന് തുടങ്ങിയ സോഷ്യലിസ്റ്റ് പാത എന്നൊരു പ്രസിദ്ധീകരണം, ഞങ്ങളെല്ലാം അതിൽ പങ്കാളികളായിരുന്നു. എനിക്ക് തോന്നുന്നത് ശ്രീ ബിജുലാൽ, എൻ്റെ സഹപ്രവർത്തനായ ബിജുലാൽ ഇവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെയാണെന്നാണ് അതിന്റെ ആരംഭം ഇടുന്നത്. ഈ സോഷ്യലിസ്റ്റ് പാതയിൽ വളരെ ശൈക്ഷണികമായ ഇടപെടലുകൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കും. ത്രൈമാസികയാണ്. പക്ഷെ അതിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ദളിത് പ്രശ്നത്തെ കുറിച്ച് ഇത്ര ഉൾക്കാഴ്ചയുള്ള ഒരു ലേഖനം ഞാൻ കാണുന്നത്. അത് എനിക്ക് സലീംകുമാറിനാണ്. ആ ലേഖനം 94 എൻ്റെ ഓർമ്മ. 94 ആദ്യത്തെ വിഷയിലാണ്. അതിൽ ഇടപെട്ടുകൊണ്ടുള്ള സലീംകുമാറിന്റെ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത്രയും ഗൗരവത്തിൽ, ഇത്രയും ഉൾക്കാഴ്ചയോടുകൂടി ഒരു സർവകലാശാലയിൽ ഒരു പ്രൊഫസർ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലേഖനത്തിന്റെ കാമ്പ് അങ്ങനെയായിരുന്നു. അതിൽ ദളിത് ദേശീയത എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, അതിലെ അപകടങ്ങൾ, അതിന്റെ സങ്കീർണതകളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ദീർഘമായ ലേഖനമാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് രാവിലെ അതിന്റെ പഴയ പുസ്തക ശേഖരത്തിൽ ഞാൻ അത് കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. ഇന്നും അത് വായിക്കുമ്പോൾ അത് ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെ കുറിച്ചുള്ള നേരത്തെ സണ്ണി സൂചിപ്പിച്ച മാതിരി വളരെ ബൗദ്ധികമായ ഒരു ഇടപെടലായിരുന്നു. അതിനുശേഷം നിരവധി ലേഖനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ ഒന്നിച്ച് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെ അഗസ്ത്യ നവോത്ഥാന മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം. പല പ്രഭാഷണങ്ങൾക്കായി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. സർവകലാശാലയെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്, പിന്നീട് വന്ന സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്, ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളെ യഥാർത്ഥത്തിൽ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ സലീംകുമാറിനെ പോലുള്ള, എനിക്കുള്ള സണ്ണി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറയേണ്ടി വരും. സണ്ണി അവിടെ എംഫിലെന്നാണ് എൻ്റെ ഓർമ്മ. ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും തകർത്തെറിയുക, നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി തരിക, അങ്ങനെ കരുതുന്ന ഒരാളെ ഞാൻ ഗുരുതുല്യനായിട്ടാണ് ഞാൻ കാണുന്നത്. സലീംകുമാർ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ രാഷ്ട്രീയം ജാതിയും റിലീസ് ചെയ്യാൻ എന്നെയാണ് കൊണ്ടുപോയത്. ഇവിടുന്ന് ഞങ്ങളെ KSRTC ബസ് കയറി തൊടുപുഴ ടൗൺ ഹാളിൽ നിന്നാണ് എൻ്റെ ഓർമ്മ റിലീസ് ചെയ്യുന്നത്. മുത്തങ്ങ സമരത്തിന് ശേഷം നടന്നിട്ടുള്ള ഒരു വലിയ ഇടപെടലാണ്. നിരവധി പേർ ആ പുസ്തകത്തിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ രാഷ്ട്രീയവും ജാതിയും ആ പേരിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണെന്ന് നമുക്കറിയാം. നേരത്തെ സണ്ണി സൂചിപ്പിച്ച മാതിരി കേരളത്തിന്റെ ഈ ദൈക്ഷണിക മണ്ഡലത്തിൽ ഇത്ര ശക്തമായി ഇടപെട്ട ഒരാൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം സണ്ണി കുറിച്ചും ഉൾപ്പെടെയുള്ള നിരവധി സഹപ്രവർത്തകരൊക്കെ ഉള്ളപ്പോൾ പോലും എനിക്ക് സലീംകുമാറിനോടുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഒരു താല്പര്യം എന്ന് പറയുന്നത് തൻ്റെ അഭിപ്രായങ്ങള് ഇവിടെ ജനാധിപത്യ ഭാഷയിൽ, ഒട്ടും ആരെയും പ്രവോക്കിയാത്തൊരു ഭാഷയിൽ അതിനോട് ഇടപെടും. അത് സണ്ണിയോടുള്ള നിലപാടായാലും KK കൊച്ചിനോടുള്ള നിലപാടായാലും ദളിത് ബന്ധുവിനോടുള്ള നിലപാടായാലും അത് കൃത്യമായി പറഞ്ഞിരിക്കും. ഏറ്റവും ഒടുവിൽ എന്നെ സഹപ്രവർത്തകനും ഗുരുവുമായിരുന്ന പ്രൊഫസർ കുഞ്ഞാമിനെ കുറിച്ച് സലീംകുമാറിന് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാമിന്റെ നിലപാടുകൾ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നില്ല, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞുള്ള വിശദമായ ലേഖനം അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. KK കൊച്ചിനോടുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ എൻ്റെ ഓർമ്മയാണെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന കാര്യത്താണ് സമീക്ഷയുടെ 2-3 ലക്കങ്ങളിലായി വന്ന KK കൊച്ചിന്റെ ലേഖനങ്ങൾക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുതുന്നു. ദളിത് സമുദായവൽക്കരണം
എന്തടിസ്ഥാനത്തിലായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കാറില്ലാത്ത കാലമാണ്. അതിലെ അപകടങ്ങളും അപകട ചുഴികളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ദളിത് ഐക്യം ആവശ്യമാണ്, പക്ഷെ ദളിത് സമുദായവൽക്കരണം എന്ന് പറയുന്നതിലുള്ള അപകടങ്ങൾ ഇന്നതാണെന്ന് ചൂണ്ടിക്കാൻ വളരെ വിശദമായ ലേഖനമാണ്. ഇന്നും എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അത് വീണ്ടും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദളിത് ശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതുണ്ട്, ആ ലേഖനമുണ്ട്. അടുത്ത് വായിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ ദളിത് സ്വത്വം എന്ന് പറയുന്നത് അത് വെറും കേവല ഒരു സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഒരു പശ്ചാത്തലത്തിലല്ല ഇതിനെ കാണേണ്ടത്. അത് മുത്തങ്ങ സമരത്തോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. മുത്തങ്ങ സമരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇതിനെ ഒരു സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമായിട്ടൊക്കെ പറയുന്നതിൽ എന്താ വിവരക്കേടാണുള്ളത്. കേരളത്തിലെ ആദിവാസി സമൂഹം നേരിടുന്ന, ഇന്ത്യയിലെ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നത്തെ അപഗ്രഥിക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ആദിവാസി പ്രശ്നം ഇല്ലെന്നോ, അല്ലെങ്കിൽ ഈ മുത്തങ്ങ സമരം പൂർണ്ണമായി പരാജയമാണെന്നോ, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അദ്ദേഹം പറഞ്ഞിരിക്കും. അതിന്റെ അർത്ഥം നേരത്തെ സണ്ണി പറഞ്ഞ മാതിരി അത് വ്യക്തിബന്ധങ്ങളുടെ വീഴ്ചകളായോ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയായോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഞാനുമായിട്ട് പല സന്ദർഭങ്ങളിലും കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യക്തിപരമായ സംസാരത്തിൽ ചില വിഷയങ്ങൾ സംബന്ധിച്ചുള്ള. അതൊന്നും ഞങ്ങളെ വ്യക്തിബന്ധത്തെ ബാധിക്കുക. ഞങ്ങൾ പറയാനുള്ളത് രണ്ടുപേരും, അതാണ് ഈ പറയുന്ന സലീം കുമാറിന്റെ ഒരു ജനാധിപത്യ സംസ്കാരം. ഇത്ര ഉയർന്ന തരത്തിലുള്ള ഒരു ദിഷണ ഉള്ള ഒരു മനുഷ്യൻ എന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടില്ല. ഞാൻ ഇന്നും വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ആൾക്കാരാണ് കൊച്ചും സണ്ണി കപ്പിക്കാട്ടം. ഞാനൊക്കെ സണ്ണി കപ്പിക്കാട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും ശ്രദ്ധയില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം, ഇത് ഇങ്ങനെ പറയാൻ ഈ പൊതുസമൂഹത്തിന് ആളില്ല. ഈ പൊതുസമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ട വിമർശനങ്ങളൊന്നും കേൾക്കുന്നില്ല. പൊതുസമൂഹത്തിലേക്ക് ഇവരാരെയും ക്ഷണിക്കുന്നില്ല. സലീം കുമാർ തന്നെ പല സന്ദർഭത്തിൽ പറഞ്ഞു, ഈ ഐക്യവേദിക്ക് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നു. ധാരാളം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എറണാകുളത്തും തൊടുപുഴയിലും എല്ലാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിരാശ അതാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് കുറ്റപ്പെടുത്തലിന്റെ രീതിയിൽ പറയാറില്ല. അദ്ദേഹം പറയുന്നത്, ഇതാണ് നമ്മുടെ അവസ്ഥ, ഇതാണ് നമ്മുടെ അവസ്ഥ. നിരന്തരമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതാണ്. ദളിതന്റെ അവസ്ഥ ഇതാണ്. ഒരു കുറ്റപ്പെടുത്തലിന്റെ ഒരു ടോണുമില്ല. ക്ഷണിച്ചവരാരും വന്നില്ല, അതുകൊണ്ട് നടന്നില്ല. സലീം കുമാർ അങ്ങനെ കേരളം മുഴുവൻ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോയി കേരള പൊതുമണ്ഡലത്തെ പ്രബുദ്ധമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് വളരെ കുറഞ്ഞ വാക്കുകളിൽ പറയുകയോ എഴുതുകയോ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിരന്തരമായ ഒരു സൽക്രിയയായിരുന്നു. നേരത്തെ സണ്ണി ഇവിടെ സൂചിപ്പിച്ച മാതിരി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ സർവകലാശാലകളിൽ പഠിപ്പിക്കേണ്ട കൃതികളായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജലതി പ്രത്യയശാസ്ത്രത്തെ കുറിച്ചുള്ള ബുക്കോ, നെഗ്രിറ്റ്യൂഡിനെ കുറിച്ചുള്ളതോ, ഭൂമിയുടെ രാഷ്ട്രീയവും ജാതിയെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ സർവകലാശാലയിൽ എന്തുകൊണ്ടാണ് ഒരു പാഠ്യ വിഷയമല്ലെങ്കിൽ കൂടി ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ടെങ്കിൽ പരിഗണിക്കേണ്ടതല്ലേ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഞാൻ സണ്ണിയുടെ ജനതയും ജനാധിപത്യവും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരം പുസ്തകങ്ങൾ നമ്മൾ സർവകലാശാലകളുടെ പാഠ്യപദ്ധതികളിലേക്ക് കടന്നു വരുന്നില്ല? ഇതിന്റെ അടിസ്ഥാനം സലീം കുമാർ പറയുന്നതും നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള, എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടതുമായൊരു കാര്യം, അത് ജാതി തന്നെയാണ്. ഈ ജാതിയുടെ സംക്രമണം, അതിന്റെ പ്രവർത്തനം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ജനാധിപത്യത്തിന്റെയും വലിയ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ള വലിയ പരിഷ്കരണങ്ങളെല്ലാം നടന്നിട്ടുള്ള ഈ കേരളത്തിൽ ജാതിയുടെ തുടർ സംക്രമണം, അതിന്റെ പ്രവർത്തനം വളരെ സങ്കീർണമായിട്ട് തുടരുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ദിഷണ നമുക്ക് വേണം.
അതാണ് സലീം കുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ദളിത് സമുദായത്തിനകത്തു നിന്ന് നിരന്തരമായി ജ്ഞാനമണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം. അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് അധസ്ഥിതരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവർ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കണം, എഴുതിക്കൊണ്ടിരിക്കണം, പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ഞങ്ങളെല്ലാം അധസ്ഥിതരാണ് എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന് നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സലീം കുമാർ. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, കേരള സർക്കാർ ഈ MP രാധാകൃഷ്ണൻ പോകുമ്പോൾ അവസാനത്തെ അദ്ദേഹത്തിന്റെ ഓർഡർ ദളിത് കോളനിയുടെ എല്ലാം പേര് മാറ്റാനായിരുന്നു. അതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ വെറുതെ ഈ കോളനികളുടെ പേര് സംസ്കൃതീകരിച്ച പേരുകൾ ഇട്ടുകൊണ്ട് കേരളത്തിന്റെ ദളിതന്റെ അവസ്ഥ മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതെല്ലാം വെറും ഒരു വിപ്ലവമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയപ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അത് നടപ്പാക്കിയ സന്ദർഭത്തിൽ അത് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കമ്മ്യൂണിസ്റ്റ് മനുവാദം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മനുവാദം എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് EMS ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. EMS ഒരുപാട് പറയുന്നതിന് മുമ്പ് ഗോൾവാർക്കർ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക സംവരണമാണ് ഇവിടെ വേണ്ടത്. ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ടും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ എത്ര ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ കേട്ട മോഹൻ ഗോപാലിനെ പോലുള്ള അപൂർവം ചില ആൾക്കാരും നിരന്തരമായി പ്രസംഗിക്കുന്നതല്ലാതെ, സണ്ണി പ്രസംഗിക്കുന്നതല്ലാതെ വേറെ ഒരു ശബ്ദവും നമ്മൾ കേൾക്കാറില്ല. പൊതുവെ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടായ മാതിരി രാജ്യത്തെ വിപ്ലവ പാർട്ടികളും ഏറ്റവും റിയാക്ഷണറി ആയിട്ടുള്ള പാർട്ടികളും തമ്മിലുള്ള ഒരു സമവായം ഉണ്ടായ മേഖലയാണ് ഈ സാമ്പത്തിക സംവരണത്തിന്റെ മേഖല. ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സലീം കുമാർ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ സംവരണം എന്ന് പറയുന്നതിന്റെ ആ അടിസ്ഥാനം തന്നെ, അതിന്റെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ അത് നടപ്പാക്കിയതിലൂടെ സംഭവിച്ചത്. അത് കോടതിയായാലും ഭരണകൂടങ്ങളായാലും സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങളായാലും മാറി നിന്ന് യഥാർത്ഥ സംവരണത്തിന് അർഹരായവരെ പുറന്തള്ളുന്ന, ബഹിഷ്കൃതരാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്കാണ്. ഇതിവിടെ പറയാൻ സലീം കുമാറിനൊപ്പമുള്ള ഒരാളെ ഉള്ളൂ, സണ്ണിയെ പോലുള്ള ഒരാളെ ഉള്ളൂ എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളൊരു ബോധ്യം പോലും നമുക്കുണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഒരു സർവകലാശാലയിൽ ഒരു സെമിനാർ നടത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ മേഖലയിലെ ഒരു ചോദ്യം ചെയ്യലിന്? സാമ്പത്തിക സംവരണത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു ചർച്ചയും കാര്യമായി നടന്നിട്ടില്ല. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ പൊതുവെ ഈ ദളിത് പ്രശ്നങ്ങളെ കുറിച്ചുള്ള പൊതുധാരണകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് സൂചിപ്പിക്കുന്നത്. നിരന്തരമായി സലീം കുമാർ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ദളിത് സ്വത്വം എന്ന് പറയുന്നത് ഒരു വംശീയമായ സ്വത്വമല്ല എന്ന് തന്നെയാണ്. സാമ്പ്രദായിക മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ ഇത് സ്വത്വം എന്ന് പറയുന്നത് വംശീയമാണ്, അതുകൊണ്ട് അതിനെ വലിച്ചെറിയുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ്. കെയും കുഞ്ഞാമ്പൊക്കെ ഒരു ലേഖനം എഴുതിയപ്പോഴുണ്ടായ ബഹളം നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഒരു വംശീയമായ സ്വത്വമല്ല, മർദ്ദിതരുടെ അല്ലെങ്കിൽ അധസ്ഥിതരുടെ ഒരു വിശാലമായ ഒരു മനുഷ്യ സമുദായത്തിന്റെ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം അതിനെ ചൂണ്ടിക്കാട്ടിയത്. ഇതിനെ മറികടക്കാൻ, ഈ സ്വത്വത്തെ മറികടക്കാനല്ല അദ്ദേഹം പറഞ്ഞത്, ഈ ദളിതർ അനുഭവിക്കുന്ന യാതനകളെ മറികടക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നിരന്തരമായി ചോദ്യം ചെയ്യലിലൂടെ നടക്കുകയുള്ളൂ, നിരന്തരമായ സമരം കൊണ്ടിലൂടെ നടക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ ഒരു ചിന്താമണ്ഡലത്തിൽ വലിയ വിപ്ലവകരമായ ആശയങ്ങൾക്ക് കാരണക്കാരനായ ഒരാളാണ് സലീം കുമാർ. ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിച്ചതിന് ശേഷം ആണ് പലപ്പോഴും വലിയ സ്കോളർലി ആയിട്ടുള്ള വർക്കുകളൊക്കെ വായിച്ചു കൊടുത്തത്. ആർട്സിനെ കുറിച്ചുള്ള വർക്കുകളൊക്കെ ഞാൻ വായിച്ചത്. വാസ്തവത്തിൽ സലീം കുമാർ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. വലിയ വലിയ പ്രബന്ധങ്ങളും ബുക്കുകളൊക്കെ ഈ മേഖലയിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി സലീം കുമാറിനെ പോലുള്ള ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് പറയുന്ന ആശയങ്ങൾക്ക് അപ്പുറത്തൊന്നും പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മളിൽ നിന്നെല്ലാം വിട്ടുപോയത്. സങ്കടകരമായ ഒരു ദിവസമായിരുന്നു അന്ന് എനിക്ക്
എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. എനിക്ക് അസുഖം കാരണം. അദ്ദേഹത്തിന്റെ അസുഖം വന്നതിന് ശേഷമുള്ള കാലത്ത് നിരന്തരമായി കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക എന്നുള്ളതിലേക്ക് മാത്രം ജീവിതം മാറി. പ്രത്യേകിച്ച് കോവിഡ് കാലത്തോടു കൂടി അങ്ങനെ ബന്ധങ്ങളിലെല്ലാം ഒരു അകൽച്ച, സ്വാഭാവികമായ ഒരു അകൽച്ച ഉണ്ടായിപ്പോയി. അതിൻ്റെ അർത്ഥം സലിംകുമാർ എന്ന എൻ്റെ ഗുരു എന്നിൽ നിന്നും അകന്നുപോയി എന്നുള്ളതല്ല. ആ ഗുരു നിരന്തരമായി എന്നെ പലതും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ്. സലിംകുമാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ അനുസ്മരണം ഞാൻ അവസാനിപ്പിക്കുന്നു.